വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിലും PM-ശ്രീ നടപ്പാക്കുന്നതിലും സർക്കാർ മുൻ തീരുമാനത്തിൽ നിന്നും തലയൂരുകയാണെന്ന് സൂചന നൽകുകയായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ. വീര്യം കുറഞ്ഞ മദ്യം നികുതി ഇളവോടെ വിൽക്കാനുള്ള തീരുമാനം മുഖ്യമന്ത്രി UDF-ന് വിട്ടു. UDF വിൽക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ വിൽക്കില്ല എന്നതാണ് മുഖ്യമന്ത്രിയുടെ പുതിയ നിലപാട്. PM-ശ്രീ പദ്ധതി നടപ്പാക്കുമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിച്ചു എന്നത് പ്രതിപക്ഷത്തിന്റെ കുപ്രചാരണം മാത്രമാണെന്നും സംസ്ഥാന സർക്കാരിന് അങ്ങനെ ഒരു പദ്ധതിയേ ഇല്ലെന്നും VD സതീശൻ വ്യക്തമാക്കി. ഇപ്പോൾ ഈ റിപ്പോർട്ട് കാണാം. അതിനുശേഷം ഒരു ചെറിയ ഇടവേള വരും. പിന്നീട് നമുക്ക് സോക്കർ ഗാലയിൽ ലോകകപ്പ് വിശേഷങ്ങൾ. അധികാരത്തിൽ വന്ന ഒരു മാസത്തിനകം തന്നെ പിടിച്ചു പുകിലായ 3 പുലിവാലുകളിൽ നിന്ന് പിൻവലിയുമെന്ന സൂചനയാണ് മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിയമസഭയിൽ നൽകിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് ബജറ്റിൽ വൻ നികുതി ഇളവ് പ്രഖ്യാപിച്ച തീരുമാനം, PM-ശ്രീയുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനം, പിന്നെ കരിമണൽ ഖനനം സംബന്ധിച്ച ആശയക്കുഴപ്പം, കടുത്ത പ്രതിപക്ഷ പ്രതിരോധവും മുന്നണിക്കുള്ളിലെ ഭിന്നതയുമാണ് പുനർവിചിന്തനത്തിന് കാരണം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് തീരുമാനം UDF-ന് വിട്ടെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി തലയൂരിയത്. മദ്യനയം തീരുമാനിക്കേണ്ടത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. UDF ആണ്. UDF തീരുമാനിക്കുകയാണ് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണ്ട, അത് വിൽക്കില്ല. അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. മുന്നണി അനുമതി നൽകിയാൽ മാത്രം വിൽപ്പനയുമായി മുന്നോട്ടു പോകും, ഇല്ലെങ്കിൽ പദ്ധതി നടപ്പാക്കില്ല. എന്നാൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് എന്ന നിർദ്ദേശം പിൻവലിക്കാൻ മുഖ്യമന്ത്രി തൽക്കാലം തയ്യാറല്ല. നിർദ്ദേശം നിലനിർത്തി ബജറ്റ് പാസാക്കിയതിനു ശേഷം UDF-ൽ ചർച്ച ചെയ്യാൻ വിട്ടാലത് പ്രഹസനം മാത്രമാകുമെന്ന മുൻ ധനമന്ത്രി KN ബാലഗോപാലിന്റെ ക്രമപ്രശ്നം ഉത്തരമില്ലാതെ ശേഷിച്ചു. ഇവിടെ ഇപ്പൊ ഇത് പാസാക്കി കഴിഞ്ഞാൽ അത് വിൽക്കാൻ പറ്റില്ലേ? പിന്നെ നിങ്ങളുടെ UDF-ന്റെ മീറ്റിംഗ് കൂടി KPCC ഓഫീസിൽ പോയി ഇംഗ്ലീഷ് ഡൽഹി സംസാരിച്ച് അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഇത് എഫക്റ്റീവ് ആവത്തുള്ളൂ. ഈ സഭയിൽ അംഗീകരിച്ചാൽ വിൽക്കാൻ പറ്റില്ലേ? മദ്യക്കമ്പനിയായ ബക്കാഡിയിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് എത്ര കിട്ടിയെന്ന ഇടത് ക്യാമ്പിന്റെ ആരോപണത്തെ ചൊല്ലി കടുത്ത വാക്പോരുണ്ടായി. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കാൻ തീരുമാനിച്ചതും അതിനായി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയതും മുൻ LDF സർക്കാരാണെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് മെയ് 20. 6 മാസത്തിനകം ഇപ്പൊ എനിക്കെതിരായിട്ട് പറഞ്ഞ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയാണ്. അന്നത്തെ എക്സൈസ് മന്ത്രി പറയാണ് ബർക്കാഡി ഇന്ത്യ, SDF ഇൻഡസ്ട്രീസ് എന്നിവ നൽകിയ അപേക്ഷകളും സമാനമായ മറ്റ് അപേക്ഷകളും ഒരുമിപ്പിച്ച് ഖണ്ഡികയിൽ പറഞ്ഞത് പ്രകാരം വീര്യം കുറഞ്ഞ മദ്യത്തിന് വ്യക്തമായ നിർവചനം നൽകി വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കുക. ആരാണ് ബർക്കാഡി കമ്പനിയായിട്ട് സംസാരിച്ചത്? 2018-19 വിദേശ നിർമ്മിത മദ്യത്തിന് നികുതി കുറച്ചത് ശിവാസ് റീഗലിൽ നിന്നും ജോണി വാക്കറിൽ നിന്നും കൈനീട്ടി വാങ്ങിയിട്ടാണോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. 2022-23 ഇപ്പോ 251% വരെ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന്. അപ്പോ ഈ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന്റെ ടാക്സ് എത്രയെന്നറിയോ? 115%, ബിയറിനേക്കാൾ താഴെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ജോണി വാക്കറിന്റെ നിന്നും ഷീവാസ് റീഗലിന്റെ നിന്നും കൈ നീട്ടി വാങ്ങിച്ചിട്ടാണോ ഈ 78 കൊടുത്ത്? ആണോ? അതാണ് ചോദ്യം. പ്രതിപക്ഷ വിമർശനവും മുന്നണിക്കുള്ളിലെ മുറുമുറുപ്പും കടുത്തതോടെ PM-ശ്രീ പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്നോട്ടെന്നാണ് സൂചന. പദ്ധതി നടപ്പാക്കുമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പുതിയ വാദം. ഞങ്ങൾ നടപ്പാക്കുന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ മന്ത്രിമാരുടെ സബ് കമ്മിറ്റിയെ വെച്ചു. ആ മന്ത്രിമാരുടെ സബ് കമ്മിറ്റിയെ വെച്ചിട്ട് ഞങ്ങള് തീരുമാനമെടുക്കും. RSS വിഷസർപ്പങ്ങൾക്ക് മുന്നിൽ വെച്ച വിളക്ക് കൊളുത്തിയത് ഇടതു സർക്കാരാണെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. കരിക്കുലം സ്വാതന്ത്ര്യം അടിയറ വയ്ക്കില്ലെന്നും സ്കൂളുകൾ സർക്കാർ തിരഞ്ഞെടുക്കുമെന്നുള്ള മുൻ ഇടതു സർക്കാരിന്റെ നിലപാട് മുഖ്യമന്ത്രി ആവർത്തിച്ചു. കരിക്കുലം ഫ്രീഡത്തിൽ തൊടാൻ സമ്മതിക്കില്ല. സെലക്ഷൻ ഓഫ് സ്കൂൾസ് ഞങ്ങൾ ചെയ്യും, ഗവൺമെന്റ് ചെയ്യും. ആ ഒരു സിലബസിലും തൊടാൻ കേന്ദ്ര ഗവൺമെന്റിനെ സമ്മതിച്ചുകൊണ്ടുള്ള ഒരു നെഗോസിയേഷനും. കരിമണൽ മേഖലയിൽ സ്വകാര്യവൽക്കരണം എന്നത് സർക്കാർ നയമല്ലെന്നും ബജറ്റിൽ അത്തരത്തിലൊരു വാക്കും പറയുന്നില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ദക്ഷിണ മേഖല സാമ്പത്തിക ഇടനാഴി സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുമെന്നാണ് ബജറ്റിൽ പറയുന്നത്. മിനറൽ കോറിഡോർ കേന്ദ്ര സംസ്ഥാന സംയുക്ത പദ്ധതിയാണ്. കോൾ ഇന്ത്യ ലിമിറ്റഡ്, KMML, കെൽട്രോൺ, ടൈറ്റാനിയം, NFTDC എന്നീ സ്ഥാപനങ്ങളുടെ കൺസോർഷ്യമാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് മുഖ്യമന്ത്രി. സർ, ഈ ബജറ്റിൽ എവിടെയാണ് സാർ കരിമണൽ സ്വകാര്യവൽക്കരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്? സർ, സദേൺ എക്കണോമിക് കോറിഡോറിനെ പറ്റി പറഞ്ഞിരിക്കുന്ന സ്ഥലത്താണ് ഈ ദക്ഷിണ കേരള സാമ്പത്തിക ഇടനാഴി ശക്തമായൊരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുകയും സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുകയും ഭാവിയിൽ രാജ്യത്തിന്റെ തന്നെ തന്ത്രപ്രധാനവും സമുദ്രബന്ധിതവുമായ വികസന മേഖലകളിൽ മുൻനിര സ്ഥാനത്തെത്തിക്കുമെന്ന്. എവിടെയെങ്കിലും ഞങ്ങള് മിനറല് പ്രൈവറ്റൈസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടോ?
ഇല്ലാത്തതാണ് കഥകൾ, ഇല്ലാ കഥകളാണ് പ്രചരിപ്പിക്കുന്നത്. സഭാ നടപടികൾക്കിടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പലവട്ടം സഭയിൽ നേർക്കുനേർ കൊമ്പുകോർത്തു. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തെരഞ്ഞെടുത്തതിനെതിരെ CPIM-ൽ തർക്കമുണ്ടായെന്ന് VD സതീശൻ പറഞ്ഞു വെച്ചതിനെ ചൊല്ലിയായിരുന്നു ഒടുവിലത്തെ തർക്കം. അതൊക്കെ പ്രതിപക്ഷ നേതാവിന്റെ വല്ലാത്ത പൂതിയാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. സർ, ഞാൻ പ്രതിപക്ഷ നേതാവായി വന്ന് കസേരയിൽ ഇരുന്നപ്പോൾ എന്നെ ആരും ചോദ്യം ചെയ്തില്ല പാർട്ടിയിൽ. പ്രതിപക്ഷ നേതാവിനെയും പാർട്ടി സെക്രട്ടറിയെയും പാർട്ടിയിലെ അണികളും നേതാക്കന്മാരും ചോദ്യം ചെയ്യാണ് നേതൃത്വത്തെ, അല്ലെ നിങ്ങളുടെ പാർട്ടിയിൽ. അതൊക്കെ വല്ലാത്തൊരു പൂതിയാണ് കേട്ടോ. ഇവിടെ ഞാനോ ഞങ്ങളോ ആദ്യമായിട്ട് നേരിടുന്നതല്ല. നല്ലോണം ചിരിക്കുന്നില്ലേ? ചിരിക്കുന്നവർ നല്ലോണം മനസ്സിലായിക്കോ. നിങ്ങളെല്ലാം പിന്താങ്ങിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ കൊത്തിക്കീറി വലിച്ചു നടക്കുകയായിരുന്നു. അന്നൊന്നും നമ്മളൊക്കെ തകർന്നു പോയിട്ടില്ല കേട്ടോ. അതിനെല്ലാം നേരിട്ട് കൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. സാർ, ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് നിങ്ങളുടെ LDF അംഗങ്ങൾ സംസാരിച്ചാൽ തിരിച്ചു മറുപടി കിട്ടും. അത്രയേ ഉള്ളൂ. എൻ്റെ പാർട്ടി എൻ്റെ മുന്നണിയാണ്. എൻ്റെ പാർട്ടിയെക്കുറിച്ചും എൻ്റെ മുന്നണിയെക്കുറിച്ചും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. മുഖ്യമന്ത്രി എന്ന നിലയിൽ നിങ്ങൾ പറഞ്ഞാൽ മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന് പിണറായി. തന്റെ പാർട്ടിയെക്കുറിച്ചും മുന്നണിയെക്കുറിച്ചും പറഞ്ഞാൽ തിരിച്ചും പറയുമെന്ന് സതീശൻ. ആ തർക്കം തുടരുന്നതിനിടെ സഭ ഈ മാസം 29 വരെ പിരിയുന്നുവെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.